എടി നിനക്ക് ഈ മണ്ണിര എന്താണെന്നറിയോ? അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചൂണ്ടയിടാൻ ഇരയ്ക്ക് വേണ്ടി മമ്മട്ടി എടുത്ത് ഒന്ന് കിളച്ചാൽ മതി, അതേ കാണും 10-20 എണ്ണം. ഇന്ന് 10 സെന്റ് കുഴിച്ചാ ഒരെണ്ണം കിട്ടിയ ഭാഗ്യം. ഈ രാസവള ഇതിനെയൊക്കെ നശിപ്പിച്ച്. അതുകൊണ്ട് എന്ത് പറ്റി? വിളകൾക്കെല്ലാം രോഗങ്ങൾ. മനുഷ്യര് എളുപ്പപ്പണി നോക്കിയ. ഒരു പേപ്പർ പോലും വായിക്കാത്ത ജോർജ് കുട്ടിക്ക് ഈ അറിവൊക്കെ എങ്ങനെ കിട്ടുന്നു? കുറെ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ അറിവുണ്ടാകണമെന്നില്ല. അതിന് നിരീക്ഷണ ബുദ്ധി വേണം. നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഹലോ, കൂടുതൽ ഗീർവാണം ഒന്നും വിടണ്ട. ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞാനും കണ്ടതാ. പണിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ലാഭിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ദയ തോന്നി ചോദിച്ചതാണേ. അതേടി, ഞാനിങ്ങനെ ലാഭിച്ച് സ്വരൂ കൂട്ടി ഉണ്ടാക്കിയെടുത്തതാ ഈ 5 ഏക്കറും വീടും. തരിശായിട്ട് കിടന്ന ഈ സ്ഥലം. ദയവ് ചെയ്ത് ആ കഥ ഇനി പറയരുതേ. ഞാനും പിള്ളേര് ഈ കഥ കേട്ട് മടുത്തു. ദേ, ഈ ഇടയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇത് പൊങ്ങച്ചമല്ല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാ, ആത്മവിശ്വാസമാ. പൊങ്ങച്ചം പറയുന്നത് നീയാ. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ നീ എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. ജോർജ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആഴ്ച ഷോപ്പിങ്ങിന് പോവാണെന്ന്. ആകെപ്പാടെ വർഷത്തിൽ 1-2 തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇളിക്കാൻ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് നീ ഒരു തുണിയില്ലാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇടി, എല്ല് മുറിയെ പണിതാ പല്ല് മുറിയെ തിന്നാം. എനിക്കിപ്പോ പല്ല് മുറിയെ തിന്നണ്ട. അതാണ്